Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. കേരളത്തെ മുഴുവൻ നടുക്കിയ പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. പാലക്കാട് അഡീഷൻ സെക്ഷൻ കോടതിയുടേതാണ് ചരിത്രവിധി. കേസിൽ ശിക്ഷാവിധി ബുധനാഴ്ച പ്രഖ്യാപിക്കും. പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 103, 126 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. കേസിൽ ശിക്ഷാവിധി വരും ബുധനാഴ്ച പ്രഖ്യാപിക്കും. വിധി കേട്ട ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് തനിക്കൊന്നും പറയാനില്ലെന്നും തന്നെ തൂക്കിക്കൊന്നോളൂ എന്നുമായിരുന്നു പ്രതി ചെന്താമരയുടെ മറുപടി. 2025 ജനുവരി 25 നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസും നാട്ടുകാരും ചേർന്ന് മലയിടുക്കുകളിലും വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഒടുവിൽ ജനുവരി 28 രാത്രി 11 മണിയോടെ പോത്തുണ്ടി മട്ടായി വനമേഖലയിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വാങ്ങിയ എലവഞ്ചേരിയിൽ എത്തിച്ച് ഫെബ്രുവരി 5 തെളിവെടുപ്പ് പൂർത്തിയാക്കി. നേരത്തെ 2019 പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലും ചെന്താമര പ്രതിയായിരുന്നു. ഈ കേസിൽ 2022 ജാമ്യത്തിലിറങ്ങിയയാൾ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് പോത്തുണ്ടിയിൽ താമസിച്ചു വന്നത്. ഇരട്ടക്കൊലപാതകം നടന്നതിന് പിന്നാലെ ഫെബ്രുവരി 18 ഇയാളുടെ പഴയ ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു. മാർച്ച് 3 ചിറ്റൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയും മാർച്ച് 25 പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 450 പേജുകളുള്ള വിപുലമായ കുറ്റപത്രത്തിൽ 132 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ വിചാരണ വേളയിൽ കൂറുമാറിയെങ്കിലും 30-ലധികം നിർണായക രേഖകളും ഫോറൻസിക് പരിശോധന ഫലങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തമായ ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ നീണ്ടുനിന്ന കൃത്യമായ വിചാരണക്കൊടുവിലാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. ന്യൂസ് 99 പാലക്കാട്.